വേദപുസ്തക പഠനം വളരെ രസകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ വസ്തുതകളെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചും അപ്പോൾ തന്നെ ചരിത്രപരമായിരിക്കുന്ന ഒരുപാട് സംഗതികളെക്കുറിച്ചും ഒക്കെ വേദപുസ്തകത്തിന് വളരെ ആധികാരികമായിട്ട് നമ്മളോട് ചിലത് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ തന്നെ വ്യക്തിപരമായി മനുഷ്യൻ അനുഭവിക്കുന്ന അവൻ്റെ പ്രശ്നങ്ങൾക്ക് നേരെ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക പുസ്തകമെന്ന് പറയുന്നത് വേദപുസ്തകമാണ്, വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ പഠനവും ബൈബിൾ സംബന്ധമായിരിക്കുന്ന ചിന്തകളും അത് സംബന്ധമായിരിക്കുന്ന ഓരോ സന്ദേശങ്ങളും തീർച്ചയായിട്ടും മനുഷ്യ മനസ്സിന് വളരെ തണുപ്പേകുന്നതും അവൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ വളരെ സ്വാധീനിക്കുന്നതുമാണ്. ബൈബിൾ പഠനത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ബൈബിളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ വ്യത്യസ്തമായിരിക്കുന്ന പഠന മേഖല വേദപുസ്തക പഠനത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലേറ്റവും രസകരമായിരിക്കുന്ന ഒരു പഠന മേഖലയാണ് ബൈബിൾ സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ബൈബിൾ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ടെൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഓരോ സംഖ്യകൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ ഒരു പുസ്തകം സംഖ്യാപുസ്തകമായിട്ടാണ് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില മെഷർമെൻറ്റ്സ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില നമ്പേഴ്സ്, ഇതൊക്കെ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതിയിൽ ദൈവവചനത്തെ സമീപിക്കുവാനും പഠിക്കുവാനും താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉതകുന്ന തരത്തിലാണ് അത്തരത്തിലുള്ള സംഗതികൾ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്ന ഈ സന്ദേശം ഒരിക്കലും ദൈവശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ഈ വേദപുസ്തകത്തിലെ ശാസ്ത്രീയപരമായിരിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും മുന്തിയ നിലവാരം പുലർത്തുന്നു എന്നുള്ള നിലവാരത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ ചില വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് മനസ്സിലാക്കിയ സംഖ്യാപരമായിരിക്കുന്ന ചില വിഷയങ്ങൾ അത് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ സംഖ്യകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ 1 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അത് ദൈവവുമായി ബന്ധപ്പെടുത്തി ദൈവം ഏകനാകുന്നു, ദൈവം ഒരുവനാകുന്നു, അവനെ കൂടാതെ മറ്റാരുമില്ല, അവന് മുകളിൽ ആരുമില്ല, ദൈവം ഏകനാണ് എന്നൊരു ചിന്ത നൽകുന്ന 1 എന്ന സംഖ്യയ്ക്ക് വേദപുസ്തകം അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ 2 എന്ന സംഖ്യയ്ക്കും വേദപുസ്തകത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തം 2 എന്ന സംഖ്യയ്ക്കുണ്ട്. തീർച്ചയായിട്ടും അത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു മെത്തേഡാണ് ആ സംഖ്യയുമായി ബന്ധപ്പെടുത്തി പറയാനായിട്ടുള്ളത്. അത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ 70 പേരെ പറഞ്ഞയക്കുമ്പോഴും 12 പേരെ പറഞ്ഞയക്കുമ്പോഴും 2 വീതം യേശു അവരെ പറഞ്ഞയക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് 2 എന്ന സംഖ്യയ്ക്ക് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. കുടുംബ ജീവിതത്തോടുള്ള ബന്ധപ്പെടുത്തി കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ സംഖ്യയെ നമുക്ക് അധികം പ്രാധാന്യത്തോടുകൂടെ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവും അതൊരു 2 എന്നുള്ളൊരു സംഖ്യയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ആ സംഖ്യയുമായി ബന്ധപ്പെടുത്തി പറയാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും 2 എന്ന സംഖ്യ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്നുള്ളത് ആ 2 എന്ന സംഖ്യയ്ക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രാധാന്യമാണ്. 3 എന്ന സംഖ്യയ്ക്കും ഇതുപോലെ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് തീർച്ചയായിട്ടും ദൈവിക തൃത്വത്തോടുള്ള ബന്ധത്തിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആ ഒരു ഗോഡ്സ് ട്രിനിറ്റിയിൽ, ഗോഡ്സ് ഹെഡിൽ, ദൈവത്തിൻ്റെ ത്രിത്വത്തിൽ നമുക്ക് ഈ 3 എന്ന സംഖ്യയ്ക്ക് അധികം പ്രാധാന്യം കൊടുത്ത് കാണുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. എൻ്റെ വായനയിൽ എനിക്ക് ഏറ്റവും കൗതുകമുണർത്തിയതും വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയതും 4 എന്ന സംഖ്യയാണ്. വേദപുസ്തകത്തിൽ 4 എന്ന സംഖ്യ വളരെ രസകരമായിട്ടും അപ്പോൾ തന്നെ അതൊരു ദൈവിക ഇടപെടലിൻ്റെ ഒരു സംഖ്യയുമായിട്ടാണ് വേദപുസ്തകത്തിൽ 4 എന്ന സംഖ്യയെ പരിഗണിച്ചിരിക്കുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിൽ ഞാൻ ഈ തുടർന്ന് പറയുന്ന 1-2 വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, സംഭവങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 എന്ന സംഖ്യയ്ക്ക് ഒരു ദൈവിക ഇടപെടലിൻ്റെ, ഗോഡ്സ് ഇൻ്റർവെൻഷൻ്റെ ഒരു സംഖ്യയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സംഖ്യയെ കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ബാബിലോണിലേക്ക് പിടിക്കപ്പെട്ടു പോയ 3 എബ്രായ ബാലന്മാരെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്കത് വായിച്ചറിയാനായിട്ട് കഴിയും.
ദാനിയേലിന്റെ പുസ്തകത്തിൽ ഈ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ 3 ബാലന്മാരെ എരിയുന്ന തീച്ചോളയിലേക്ക് നെബൂഖദ്നേസർ വലിച്ചെറിയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒരു വലിയ ബിംബത്തെ നിർത്തിയിരിക്കുന്നു. ആ ബിംബത്തെ ആരാധിക്കാത്തതിൻ്റെ പേരിലാണ് ഇവർ ചൂളയിലേക്ക് എറിയപ്പെടുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന ഏറ്റവും ശ്രദ്ധയേറിയതും കൗതുകമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, നെബൂഖദ്നേസർ രാജാവിൻ്റെ കിങ്കരന്മാർ തീയിലേക്ക് ഇവരെ 3 പേരെയും കൊണ്ടിടാൻ പോയ ആ കിങ്കരന്മാർ കത്തിക്കരിഞ്ഞു പോയി. എന്നാൽ ഇവർക്ക് തീ ഒരു ദോഷവും ചെയ്തില്ല എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിനേക്കാൾ കൗതുകകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ വീണ തീയിലേക്ക് ആ തീകുണ്ടത്തിൻ്റെ ഒത്ത നടുക്ക് 4മതൊരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും, രാജാവ് നോക്കുമ്പോഴത്തേക്ക് 3 പേരെ അല്ലയോ നമ്മൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞ്, എന്നാൽ 4മതൊരാൾ കൂടി നമ്മൾ ആ തീയിൽ കാണുന്നല്ലോ, അതാരാണ് എന്ന് നെബൂഖദ്നേസർ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് രാജാവിനും അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും വലിയ ആശ്ചര്യമുളവാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർ എണ്ണി നോക്കിയപ്പോഴത്തേക്ക് 4 പേർ തീയിൽ കെട്ടഴിഞ്ഞ് നടക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. തീർച്ചയായിട്ടും ആ 4-മൻ മനുഷ്യപുത്രന് തുല്യനായ ഒരാൾ, ദൈവപുത്രന് തുല്യനായിരിക്കുന്ന ഒരുവനായിട്ട് ആ കണ്ടു നിന്നവർക്ക് തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ 4 എന്ന സംഖ്യയ്ക്ക് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്, അത് ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടറാണ്, ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷതയെ 4 എന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തി പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെയാണ് എന്നുള്ളത് ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു അധികം സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു, ലാസറിൻ്റെ കുടുംബം. അവിടെ ബഥാന്യ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ അവരുടെ വീട്ടിൽ യേശുക്രിസ്തു എപ്പോഴൊക്കെ പോകുമായിരുന്നോ അപ്പോഴെല്ലാം ആ വീട്ടിൽ സന്ദർശിക്കുകയും അവരോടൊത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പദവിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനായ ലാസർ വളരെ മരണകരമായിരിക്കുന്ന ഒരു ദീനം പിടിപെട്ട് ആ മനുഷ്യൻ കിടക്കുകയാണ്. കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചുപോയ വാർത്ത യേശു കേൾക്കുകയാണ്. യേശു ഈവൻ മരിച്ചുപോയി എന്ന് യേശു അറിഞ്ഞിട്ടും യേശു ഇരുന്ന ഇടത്ത് തന്നെ പിന്നെയും കുറച്ച് ദിവസം കൂടി തുടരുന്നതാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ 4-മത്തെ ദിവസം യേശു ബഥാന്യയിൽ എത്തിച്ചേരുന്നത്, ലാസറിൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്ന ഒരു വേദഭാഗം യോഹന്നാൻ സുവിശേഷം 11:17 നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. യേശു ലാസറിൻ്റെ കല്ലറയിലേക്ക് എത്തുന്നത് 4-മത്തെ ദിവസമാണ്. അവിടെയും 4 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. യഹൂദന്മാരുടെ ഒരു ചിന്താഗതി അനുസരിച്ച് 3 ദിവസത്തോളം മരിച്ചുപോയവരുടെ ആത്മാക്കൾ ആ പരിസരത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസെപ്റ്റായിരുന്നു. 3 ദിവസം കഴിയുന്നതോടുകൂടെ ആ ആത്മാവ് ലോകം വിട്ട് മാറ്റപ്പെട്ടു പോകും എന്നുള്ളതാണ് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു സിസ്റ്റം, ഒരു കസ്റ്റം അതായിരുന്നു. യേശുക്രിസ്തു 4-മത്തെ ദിവസം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെ അല്ലെങ്കിൽ ആ വീട്ടിൽ വരുന്നതോടുകൂടെ പൊതുവിൽ യഹൂദന്മാർ വെച്ചിരുന്ന ആ കുറേ കൺസെപ്റ്റുകൾ, അവരുടെ കുറേ ചിന്താഗതികളെ യേശു അട്ടിമറിച്ചിടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ യഹൂദന്മാരുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുടെ ആസ്തിക്കനുസരിച്ച്, മരിച്ചുപോയവൻ്റെ ആസ്തി അനുസരിച്ച് ആ ശവശരീരങ്ങൾ 3 ദിവസം മുതൽ 40 ദിവസം വരെ അവർ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് സംരക്ഷിക്കുകയും ആ മൃതശരീരം ചീഞ്ഞു പോകാതെ 40 ദിവസത്തോളം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ട്രഡിഷൻ, ഒരു പാരമ്പര്യം അവരുടെ ഇടയിലുണ്ട്. ഇവിടെ മരിച്ചുപോയ ലാസർ തീർത്തും ദരിദ്രനാരായണനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ അവൻ്റെ ശവശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളിട്ട് ആ മൃതശരീരത്തെ സംരക്ഷിക്കാൻ ആ സഹോദരിമാർക്ക് കഴിയുമായിരുന്നില്ല. മാർത്ത യേശുവിനോട് പറയുന്ന വാക്കിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു, നാറ്റം വെച്ച് തുടങ്ങുകയാണ്. അഥവാ ഈ 4-മത്തെ ദിവസം മുതൽ അവൻ്റെ ശരീരത്തെ പൊതിയാൻ തക്കവണ്ണമുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല. ഈ 4-മത്തെ ദിവസം മുതൽ അവൻ്റെ ശരീരം അഴുകാനായിട്ട് തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് യേശുവിനോട് മാർത്ത പറയുന്ന ഒരു വാക്കാണ്. എന്നാൽ 4-മത്തെ ദിവസം യേശു ആ ശവശരീരത്തെ അല്ലെങ്കിൽ ആ കല്ലറയ്ക്കകത്തേക്ക് നോക്കിയിട്ട് ലാസറിനോട് ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. ഇവിടെയും 4 എന്ന സംഖ്യയെ വളരെ ഗൗരവമായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതൊരു ദൈവിക ഇടപെടലിൻ്റെ ഒരു സംഖ്യയായിട്ടാണ് 4 എന്ന സംഖ്യയെ പരിഗണിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ പുരോഗമിക്കുമ്പോഴത്തേക്കും യേശുക്രിസ്തു താനായിരുന്ന ഇടത്തു നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകേണ്ടതിന് തൻ്റെ ശിഷ്യന്മാരെ രാത്രിയിൽ പടകിൽ കയറ്റി അയക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ചിത്രം നിങ്ങൾക്ക് മർക്കോസ് സുവിശേഷത്തിൽ കാണാനായിട്ട് കഴിയും.
അവർ രാത്രി മുഴുവനും പടക് തുഴഞ്ഞ് അക്കരെയുള്ള ഗ്രാമത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഇടയിലാണ്. എന്നാൽ അവരുടെ പടക് ചുഴലിക്കാറ്റിൽപ്പെട്ട് തിരമാലകൾ തള്ളിക്കയറി അവർ വലിയ അപകടസന്ധിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്ന ഏറ്റവും രസകരമായിരിക്കുന്ന ഒരു വാക്യമെന്ന് പറയുന്നത്, യേശുക്രിസ്തു രാത്രിയുടെ 4-ാമത്തെ യാമത്തിൽ കടലിൻ്റെ മീതെ കൂടി നടന്നവനായി തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിച്ചേരുന്നത് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. നോക്കൂ, ഇവിടെയും 4 എന്നൊരു സംഖ്യ നമുക്ക് കാണാനായിട്ട് കഴിയും. യഹൂദന്മാരുടെ 12 മണിക്കൂറുള്ള രാത്രിയെ 4ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയത്തെ സന്ധ്യായാമമെന്നും 9 മുതൽ 12 വരെയുള്ള സമയത്തെ രാത്രിയാമമെന്നും അപ്പോൾ തന്നെ 12 മുതൽ 3 മണി വരെയുള്ള സമയത്തെ കോഴി കൂകുന്ന യാമമെന്നും 4-ാമത്തെ യാമം അഥവാ രാവിലെ 3 മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്തെ പ്രഭാതയാമമെന്നും ഇങ്ങനെ 4 യാമങ്ങളായിട്ടാണ് യഹൂദന്മാർ അവരുടെ യാമങ്ങളെ അല്ലെങ്കിൽ രാത്രിയുടെ 3 മണിക്കൂറുകൾ വരുന്ന 4 സെഗ്മെൻറ്റുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തു ഈ പ്രഭാതയാമത്തിലാണ് അവരുടെ അടുക്കൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവിടെയും 4 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 3 പ്രധാനപ്പെട്ട ചിന്തകളിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്ന ആത്മീക ദൂതിലേക്ക് വരികയാണ്. ആ സംഖ്യയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്നോ അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ സംഖ്യ വളരെ വലുതാണെന്നും അതൊരു മുഖമുദ്രയാക്കാമെന്നും ആരും ചിന്തിക്കരുത്. ഇവിടെ ആ സന്ദേശത്തിനാണ് വളരെ പ്രാധാന്യമുള്ളത്. എന്നാൽ ആ സംഖ്യയ്ക്കും വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ തീജ്വാലയുടെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, തീർച്ചയായിട്ടും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ പ്രിയമുള്ളവർ തീയിൽ വീഴുന്നതിലൂടെ ആ സംഭവം നമ്മളോട് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ലാസറിൻ്റെ വീട്ടിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ്. മരിച്ചുപോയി നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു, ശരീരം ജീർണിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വഴിയുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് അതും നമുക്ക് നൽകിത്തരുന്നത്. രാത്രിയുടെ 4-ാമത്തെ യാമം നമ്മുടെ ശ്രമങ്ങളുടെയും നമ്മുടെ അധ്വാനങ്ങളുടെയും ഒക്കെ പരാജയങ്ങളെ ഏറ്റവും അധികം വിളിച്ചോതുന്നതും, എന്നാൽ ആ പരാജയത്തിൻ്റെ ഒടുവിൽ നമ്മുടെ എല്ലാ ശ്രമങ്ങളുടെയും ഒടുവിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നുള്ളതാണ് 4-ാം യാമം നമ്മളോട് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദൈവിക ഇടപെടൽ നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.